യദു, കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ സംസാരിച്ചു കുറച്ചു നേരം. ആ സംസാരിച്ചപ്പോൾ പലപ്പോഴും ഞാൻ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ ഒരു പോലീസ് മുറയായിരുന്നു. പറഞ്ഞിട്ടില്ലേ തുടങ്ങി, ചോദിക്കും പോലെ ചോദിക്കൂന്ന് പറഞ്ഞിട്ടില്ലേ തുടങ്ങി. എന്റെ ചോദ്യങ്ങളൊന്നും യദുവിനോടായിരുന്നില്ല, ഇവിടുത്തെ ഭരണ വിഭാഗത്തോടാണ് ഞാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഞാൻ അവരോടാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. താങ്കളെ പോലെ സാധുവായ ഒരു മനുഷ്യനെ പോലീസ് വിളിച്ചാൽ ഏത് സമയത്തും സ്റ്റേഷനിൽ ചെല്ലാൻ തയ്യാറാവുന്ന, രാത്രി വിളിച്ച് അവരെ ഫോൺ എടുക്കുന്ന താങ്കളെ ഒരു പൊതുസ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ വളരെ വലിയ... പക്ഷെ അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു? പോലീസുകാർ ഇങ്ങനെ വളഞ്ഞിട്ട് കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന എന്തോ മറ്റേ വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ കണ്ടത് എനിക്ക് വളരെ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. എനിക്ക് വളരെ വലിയ സങ്കടം, വളരെ വലിയ അമർഷം, ഇറിറ്റേഷൻ തോന്നി. എന്താന്ന് വെച്ചാൽ ഇവര് എന്നെ കൊണ്ടുപോകുന്ന എന്താന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലും. അത് ഞാൻ ഒളിച്ചോടാനോ ഒന്നുമല്ല. അവര് വണ്ടിയിൽ വരാന്നൊക്കെ പറഞ്ഞ്, വണ്ടിയിൽ ഞാൻ വരാന്ന് പറഞ്ഞപ്പോ ഒരു സാറിനെയും കൂടെ വിടാം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ കണ്ടേ ഞാൻ കൂടെ കയറി വരാം. അപമാനിക്കുകയാണ്. എനിക്കത് വലിയ അമർഷം തോന്നി. എനിക്ക് വളരെ വലിയ... താങ്കൾ അന്ന് രാവിലെ, തൊട്ടടുത്ത ദിവസം രാവിലെയാണ് എൻ്റെ അടുത്ത് ആ ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നത്. എനിക്ക് വലിയ അമർഷം തോന്നി. താങ്കളെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ വിളിച്ചു എടുത്ത് വെള്ളം കുടിക്കാൻ കടയിൽ നിർത്തിയത് മാത്രം. അത് കഴിയുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ മാധ്യമ വിഭാഗത്തിലെ ചില റിപ്പോർട്ടർമാർ താങ്കളെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത രീതി, എനിക്ക് താങ്കളെ പറ്റി വളരെ വ്യക്തമായി അറിയാം. ഞാൻ താങ്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഒന്നല്ല പലതവണ ഞാൻ താങ്കളുടെ വീട്ടിൽ വന്നു. താങ്കളുടെ വീട്ടിലെ സാഹചര്യം ഞാൻ കണ്ടതാണ്. താങ്കളുടെ ഒരു പെരുമാറ്റ രീതി പല വിമർശനങ്ങളും വരുന്നുണ്ട്, പലതരത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷേ താങ്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു സ്ട്രേറ്റ് ഫോർവേഡാണ് ഇത്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന, ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്. അങ്ങനെ ഒരാളെ പ്രതികരിക്കും, ഏതോ ഈ ഹയറാർക്കി അംഗീകരിക്കാത്ത ആളാണ്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. അതാരായാലും ഞാൻ പ്രതികരിക്കും, ഒന്നും നോക്കാറൊന്നും. എന്റെ അന്നത്തെ ചോദ്യങ്ങളിൽ താങ്കൾക്ക് പരാതിയുണ്ടോ? എനിക്കൊരു പരാതിയില്ല. എനിക്ക് ആരുടെ ഒരു പരാതിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പരാതിയേ ഇല്ലാത്ത ഒരവസ്ഥയാണ്. യദുവിന്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? എന്റെ കയ്യിൽ ഇപ്പൊ 500 രൂപ. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? അക്കൗണ്ടിൽ ഒരു 3000 രൂപ കാണും. 3000 രൂപ അക്കൗണ്ടിലും ഉണ്ട്, 500 രൂപ കയ്യിലുമുണ്ട്. മൊത്തം 3500 രൂപ. ഈ 3500 രൂപയുള്ള യദുവാണ് ആര്യ രാജേന്ദ്രനെ പോലെ, സച്ചിൻ ദേവിനെ പോലെ അധികാര വിഭാഗത്തിൽ ഇരിക്കുന്ന, വലിയ അധികാരമുള്ള, അവരുടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന, ഇത്രയും വലിയ സഹായങ്ങൾ ലഭിക്കുന്ന വലിയൊരു ജനക്കൂട്ടമുള്ള CPM പോലെ ഒരു കേഡർ സംവിധാനം കയ്യിലുള്ളവർക്കോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പൊ 3000 ഉള്ളൂ. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ആളുകൾ വിളിക്കുന്നുണ്ട്, പൈസ ഇട്ടുതരാ, അക്കൗണ്ട് ഇട്ടുതരാന്നൊക്കെ പറഞ്ഞു. ഒരു കേസ് നടത്തുന്ന ചെറിയ കാര്യമല്ല. അവർ ഇട്ടുതരാന്ന് പറയുന്നുണ്ട്, ആൾക്കാർ ഇട്ടുതരാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നാലും ആ പൈസ വാങ്ങാൻ ഒരു പേടിയാണ്. പൈസ വാങ്ങാൻ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഒരു ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, യദു ആ 100 രൂപ ചലഞ്ച് സെൻകുമാർ സാറിന്. യദു ഇങ്ങനെ ഞരമ്പന് അക്കൗണ്ട് തുടങ്ങുന്നു. ഈ പൈസ തരാമെന്ന് പറയുന്നവരിൽ നല്ല മനുഷ്യരുണ്ട്, ഒട്ടനവധി നല്ല മനുഷ്യരുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. പാർട്ടി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പൈസ ഇട്ടിട്ട് പറയും. അങ്ങനെയാണ് നെഗറ്റീവായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്. ഒരു CCTV മേടിക്കാമോ വീട്ടിലേക്ക്? അതിനും പൈസ വേണ്ട. CCTV ഞാൻ വളരെ തുറന്നു പറയാണ്, ഓപ്പണായി പറയാണ്. താങ്കളുടെ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഈ മെമ്മറി കാർഡ് ഇവർ കണ്ടെടുത്തു കഴിഞ്ഞാൽ, പോലീസിന്റെ രീതിയാണ്, അവരെ പോലീസ് നല്ല മനുഷ്യരുണ്ട് പോലീസിൽ, പക്ഷെ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും. അവരെ കൊണ്ട് ഈ മെമ്മറി കാർഡ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് എടുപ്പിക്കും. നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് വളരെ പല കേസുകൾ, കേസൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, മെമ്മറി കാർഡ് എടുപ്പിക്കട്ടെ, ഓക്കെ. മെമ്മറി കാർഡ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് തെളിവ് കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ, ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഒടിച്ചു കൊണ്ടിട്ടാലോ, ഒടിച്ചിട്ട് ഈ മെമ്മറി കാർഡിന്റെ ഒരു പീസ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട്. എന്തായാലും ഞാനും എന്റെ വീട്ടുകാരും കൈ കൊണ്ടെടുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് കണ്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കൈ കൊണ്ടെടുത്താലല്ലേ അതിന്റെ ഫിംഗർ പ്രിന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നമ്മളെ ഫിംഗർ പ്രിന്റ് കാണുമല്ലോ. അല്ലെങ്കിൽ അവര് ജയിലിൽ കൊണ്ടിട്ട് ഇടിപ്പിച്ചിട്ട് അങ്ങനെ എന്റെ കൈ കൊണ്ട് പിടിപ്പിച്ചേ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ മെമ്മറി കാർഡ് പോയിട്ട് ഇനി എന്ത് കാർഡ് കണ്ടാലും ഞാൻ കൈ കൊണ്ടെടുക്കില്ല. കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് അയാളുടെ മുടി എടുത്തുകൊണ്ടുപോയി ക്രൈം നടന്ന സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് തെളിവുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതുണ്ടാക്കും. അത് ഞാൻ ആദ്യമേ പറയല്ലേ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇരിക്കുന്നത് അങ്ങനെ ഉള്ള
ഇതിലാണ് ഇരിക്കുന്നത്. സിറ്റുവേഷൻസ് ഒക്കെ പോകുന്നത് എനിക്കെതിരായിട്ടാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അവർ എൻ്റെ ബാക്കിൽ നിന്ന് നടന്ന് എൻ്റെ ഫോണ് എനിക്കൊരു മൊബൈൽ നന്നാക്കാൻ കൊടുക്കാൻ കടയിൽ പോകാൻ വയ്യ. അവിടെ ഉടനെ വിളിച്ചു ചോദിക്കണം യദു എന്തിനാണ് വന്നത്, എന്തിനാണ് വന്നതെന്ന് വിളിച്ചു ചോദിക്കുന്നത്. മൊബൈൽ പോയിന്റിൽ ആ പയ്യൻ പറഞ്ഞു യദു ശ്രദ്ധിക്കണം, കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വിളിപ്പിച്ചു, യദു എന്തിനാണ് വന്നത്, മൊബൈൽ നന്നാക്കാൻ. എൻ്റെ ചേച്ചിയുടെ മൊബൈൽ നന്നാക്കാൻ പോയപ്പോഴാണ് അത് എന്തിനാണ് വന്നത്, എന്തിനാണ് നിങ്ങൾ യദുവിന് പൈസ കൊടുത്തത്. മൊബൈൽ ശരിയാക്കത്തുണ്ട്, അവർ റീഫണ്ട് ചെയ്തു. മൊബൈൽ ശരിയാക്കിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ എന്തോ ശരിയാവാതെ പിന്നെ റീഫണ്ട് ചെയ്തത് എന്തിനാണ് കൊടുത്തത്, എവിടെയാണ് യദു പോയത്, ആരെയാണ് മൊബൈൽ, ഇതെല്ലാം തിരക്കേണ്ട വല്ല കാര്യമുണ്ട്. ഞാൻ എന്തൊരു കുറ്റവാളിയാണ്. ഞാനിപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട കേസിൽ ഞാൻ ഇത് തെറ്റുകാരനൊന്നുമല്ല, തെറ്റുകാരായിട്ടുള്ളവരുടെ ബാക്കിൽ നടക്കുന്നില്ല. ജാമ്യം പോലും എടുക്കാതെയാണ് ഇവിടെ മേയറും MLA ഒക്കെ കറങ്ങി നിങ്ങളെ ഇങ്ങനെ കാറ് പോലും പിടിച്ചിട്ടില്ലല്ലോ. കാറ് പോലും എടുത്തോണ്ട് കാറ് പോലും എടുത്തിട്ടില്ല അവര്. FIR ഇട്ടെങ്കിലും ഇതാണ് പറയുന്നത്. നമുക്ക് ഇപ്പൊ നിയമത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇരട്ടത്താപ്പാണ് ഇപ്പൊ എനിക്ക് വേറൊരു നിയമം, അവർക്ക് വേറൊരു നിയമം. എല്ലാവർക്കും ഒരുപോലെയാണ്, തുല്യത, സമത്വം എന്നല്ലേ പറയുന്നത്. ഗണേഷ് കുമാർ എപ്പോഴെങ്കിലും യദുവിനെ കോണ്ടാക്ട് ചെയ്തു? ഇല്ല, ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ഈ ഇതിന്റെ പിറ്റേ ദിവസം ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുത്തിട്ട് പോലും സാറിന്റെ പിന്നെ പിറ്റേ ദിവസം സാറിന്റെ അച്ഛന്റെ. ഞാൻ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗണേഷ് കുമാർ ആ നടിയെ വിളിച്ചു, താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു, അവരോട് സംസാരിച്ചു. ആ മന്ത്രിക്ക് എന്തുകൊണ്ട് താങ്കളോട് സംസാരിക്കാൻ സാധിക്കില്ല? അത് അറിയാമല്ലോ, സാറിപ്പം നിൽക്കുന്നത് ഏതിന്റെ കീഴിലാണ്, ഏത് ഇതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കുറ്റക്കാരനായിക്കൊണ്ടിരിക്കും. അറിയാമല്ലോ, പൊതുവെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സാറിന്. അവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നാലും കൂടുതൽ അവിടെയാണ് ചായ്വ് കാണിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. നമ്മൾ താൽക്കാലിക ജോലിക്കാര് മറ്റേതാകുമ്പോൾ പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് നിന്നില്ലെങ്കിൽ നാളെ സാറ് മന്ത്രിയായിട്ട് ഇരിക്കൂല. ഇനി പോലീസ് വിളിപ്പിക്കും. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. വിളിപ്പിച്ചാ പോവോ? ഞാൻ ഇനി പോകൂല. ഇനി അവരെന്നെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയാലേ നടക്കുള്ളൂ. ഞാൻ പോകൂല. എന്താന്ന് വെച്ചാൽ മാനം കിടാൻ വേണ്ടിട്ട് എന്തിനു പോകുന്നത്? നമ്മളിപ്പോ തെറ്റുകാരനല്ലല്ലോ. നമ്മളിപ്പോ ഈ കേസില് വാദിയാണ്, പ്രതിയല്ല. പ്രതികൾ വിശാലമായിട്ട് കിടക്കില്ല. അവര് പ്രതിയെ പിടിച്ചോണ്ട് ചോദ്യം ചോദിക്ക് എന്ത് വേണോ ചെയ്തിട്ട് പോവില്ല എന്നുള്ളത് ഉറച്ച തീരുമാനം. ഞാൻ ഉറച്ച തീരുമാനമാണ്. എന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് നാണം കെടുത്തി. അവിടെ റോഡിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവരൊക്കെ ചോദിച്ചു എന്താടാ എന്ത് വിഷയം. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു നിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, നീ ആ മെമ്മറി കാർഡ് എടുത്തത്. അപ്പോൾ ആളുകളെ അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്ത്. അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് വിധിയെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട്, കോടതിയിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട്. അല്ല, അറസ്റ്റ് ചെയ്യണം. അല്ലാതെ എന്നെ കൊണ്ടുപോയി ഇപ്പൊ ഇങ്ങനെ മാനം കെടുത്തി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ചെന്നില്ലെങ്കിൽ അവർ പിടിച്ചോണ്ട് പോകും. എങ്ങനെ പിടിച്ചോണ്ട് പോകും? വരും, വീട്ടിൽ വരും. അത് ചുമ്മാ പിടിച്ചോണ്ട് പോകാൻ നിയമമുണ്ട്. അവരൊക്കെ ചെയ്യുമെന്നേ. ആരോടാണ്? അവർ എന്ന് പറയുന്ന വലിയ കേഡർ സംവിധാനമുള്ള, DYFI പോലെ വലിയ യൂത്തിന്റെ സംവിധാനമുള്ള, SFI പോലെ വിദ്യാർത്ഥികളുടെ സംവിധാനമുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവിധാനത്തോടാണ് താങ്കൾ യുദ്ധം ചെയ്യാറുള്ളത്. ഇതിന്റെ ഒരു ഘടകമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന കാലത്ത്. അതുകൊണ്ട് ഞാൻ ഈ വാശി കാണിക്കും. യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചതല്ലേ? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചത്. SFIയുടെ സംഘടനാ സംവിധാനം മനസ്സിലാവത്തില്ല? അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനും അതേപോലെ തന്നെ, ഞാനും അതിന് ഭാഗമായിരുന്ന ആളായതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന് വിട്ടുവീഴ്ച നടത്തില്ല. അല്ലെങ്കിൽ അവരെന്നെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവർ കൊല്ലാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കുള്ള പണി ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു. പാർട്ടിക്കകത്തുനിന്ന് തന്നെ അറിഞ്ഞു. 2 വീലറിലല്ലേ യാത്ര ചെയ്യുന്നത്? 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. പേടിയുണ്ടോ? പേടി ഞാൻ അന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞതല്ലോ, പേടിയില്ല. ആ കുഞ്ഞിന് താങ്കൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയാണ്. എന്റെ കാര്യത്തിൽ പേടിയില്ല. ഞാനും ആലോചിച്ചു. കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അവന് ഞാൻ വയസ്സായ അച്ഛനും അമ്മയും എത്ര കാലം, അത് കഴിയുമ്പോൾ ഇവർ ഇത്രയും മാത്രം നാണം കെടുത്തി. ഇവരെല്ലാം എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരു കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് വെച്ചാൽ നടക്കൂ? ഇവർ ഇത്രയും മാത്രം പെണ്ണുപിടിക്കാനും പാവാട മോഷണക്കാരൻ, പെണ്ണുങ്ങൾ അടിവസ്ത്രം കൊണ്ടുപോക്ക്. എനിക്ക് അത്രയ്ക്ക് എന്റെ വീട്ടില് ഞാനൊരു ട്രോള് കണ്ടു കേട്ടോ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച താങ്കളാണ്. ബസ് കൊണ്ടുവന്ന് ഇടിച്ചു കയറി ഫോട്ടോ അത് അങ്ങനെ ഒരു ട്രോള് കണ്ടു. എനിക്ക് ചിരിയല്ല വന്നത് ആ സമയത്ത്. ഞാൻ ആലോചിച്ചു ഇനി ഇതും പറയാത്ത ചിലപ്പോ ഇതും ഇനി പറഞ്ഞുണ്ടാക്കിയ ചിലപ്പോ ആയിരിക്കും. ടൈറ്റാനിക്കിലെ നടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നടി കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലോ 85 വയസ്സായി. 1977 ഒരു അമ്മച്ചി
ഇപ്പൊ വാർത്തക്ക് മരിക്കാൻ കിടക്കാണ്. അമ്മച്ചി പറയണ 1977 യദു എന്നെ പീഡിപ്പിച്ചു. അന്ന് താങ്കൾ ജനിച്ചിട്ടുണ്ടോ? ഞാൻ 1990 90 ജനിച്ചത്. 77 പിന്നോട്ട് പോയി. എപ്പോഴോ ഞാൻ മുന്നോട്ട് പോയി, ടൈം ട്രാവൽ ചെയ്തു. ഇതൊക്കെയാണ് അവസ്ഥ. വഴി കൂടെ പോയ ഏതൊരു പീഡനവും ഇപ്പൊ യദുവിന്റെ തലയിലാണ്. ഞാനൊരു നിർദ്ദേശം തരാം. താങ്കളെക്കാൾ പ്രായത്തിന് മൂത്ത ഒരാളാണ് ഞാൻ. സൂക്ഷിക്കണം. സൂക്ഷിക്കുകയെന്ന് പലതവണയും പണി സൂക്ഷിക്കണം. ഏത് വഴിയും വരും. പണി വരുന്നത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ സപ്പോർട്ടിങ് എനിക്കില്ല. ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയണേ ഞാൻ സംഘിക്കുട്ടനാണെന്ന്, ചുവന്ന പൊട്ടിട്ടോണ്ട് സംഘിക്കുട്ടനാണെന്ന്. അതുകൊണ്ടാണ് ചുവന്ന പൊട്ട് ഒരു വലിയ പ്രശ്നമാണോ? ആണോ? ചുവന്ന പൊട്ട് എനിക്ക് പ്രശ്നമല്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ പൊട്ടിടണമെന്ന് വെച്ചാൽ ഇവര് സംഖ്യ കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പൊട്ടിടുന്നതാണ്. ഞാൻ അല്ലെങ്കിൽ പൊട്ട് അധികം യൂസ് ചെയ്യില്ല. ഡ്യൂട്ടി സമയത്ത് മറ്റേ കറുത്ത പൊട്ടാണ് ഇടുന്നത്. കറുത്ത പൊട്ട് ഇടും. കോവിലിൽ പോകണമെങ്കിൽ ചന്ദനം ഇടും. ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ട് എനിക്ക് വാശിക്ക് ഞാൻ ചുവന്ന പൊട്ടിടുകയാണ്. അത് സംഖ്യക്കൂട്ടണം എന്നല്ലേ പറയണ. ആയിക്കോട്ടെ, സംഖ്യക്കൂട്ടണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലാണെങ്കിൽ എൻ്റെ ചേട്ടൻ കോൺഗ്രസിലാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ കോൺഗ്രസ് ആവാൻ സാധ്യതയുണ്ടോ? എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു പാർട്ടിയായിരുന്നു SFI എന്ന് പറയുന്നത്. SFIയിലെ ആദർശങ്ങളും ഇതൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന, തൊഴിലാളിയുടെ കൂടെ നിൽക്കുന്ന ആദർശം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം പോയി. നന്ദി യദു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.